വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മേഡ് നാസ്മാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അങ്ങനെ സെയിൽ സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫ്ലിപ്കാർട്ടിന്റെ ഭാഗത്ത് നിന്നുള്ള ബിഗ് ബില്യൺ ഡേയ്സ് നമുക്ക് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 6 തീയതി വരെയാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഓഫറുകളുള്ള 20 മൊബൈൽ ഫോണുകളെ കുറിച്ചാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ 10,000 രൂപയ്ക്ക് താഴെ കിട്ടുന്ന മൊബൈൽ മുതൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കിട്ടുന്ന മൊബൈൽ വരെ നോക്കുന്നുണ്ട്. HDFCയുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് 10% ഡിസ്കൗണ്ട് ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ആർക്കെങ്കിലും HDFCയുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഒരു സെയിൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഐഫോൺസിന്റെ ഡീൽ അറിയാൻ വേണ്ടിയായിരിക്കും. iPhone 15ഉം 13ഉം നല്ല ഡീലിന് വന്നിട്ടുണ്ട്. iPhone 30 നമുക്ക് ഏകദേശം 37,000 രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നത്. iPhone 50 വന്നിട്ട് 50,499 നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 54,499 ആയിരിക്കും അതിൽ കിടക്കുന്നത്. പക്ഷേങ്കിൽ HDFCയുടെ കാർഡ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1,500 രൂപയുടെ ഓഫർ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് കഴിയുകയാണെങ്കിൽ 3,000 രൂപ അതിലും കിട്ടുന്നുണ്ട്. അങ്ങനെ 4,500 രൂപയുടെ ഓഫർ കിഴിച്ച ശേഷം 50,499 iPhone 15 നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിലുപരി ഐഫോണിന്റെ പ്രോയിലും പ്രോ മാക്സിലും ഓഫർ വന്നിട്ടുണ്ട്. പ്രോയിൽ എടുത്ത് നോക്കി കഴിയുകയാണെങ്കിൽ 89,999 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോ മാക്സ് 1,09,900 രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നത്. കീപാഡ് മൊബൈൽ ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിലേക്ക് ഒരു ടച്ച് മൊബൈലിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സാംസങ്ങിന്റെ ഭാഗത്തു നിന്നും സാംസങ് F05 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ 10,000 രൂപയ്ക്ക് താഴെ കിട്ടുന്നുണ്ട്. ഓഫറിന് ശേഷം 6,499 രൂപയ്ക്കാണ് കിട്ടുന്നത്. 90 ഹെർട്സിന്റെ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഹീലിയോ G85ന്റെ ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററി കപ്പാസിറ്റി. ഈ ഒരു സ്പെസിഫിക്കേഷൻ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്നും 6,499 രൂപയ്ക്ക് ഈ ഒരു സെയിൽ സീസണിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി സാംസങ്ങിന്റെ മൊബൈൽ ഫോൺ വേണ്ടാത്ത ആളുകൾക്ക് റെഡ്മിയുടെ ഭാഗത്ത് റെഡ്മി 30C എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നുണ്ട്. 7,399 ആണ്. ബാങ്ക് ഓഫറുകൾ കിട്ടിയതിനു ശേഷം 6,929 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഇതും 90 ഹെർട്സിന്റെ LCD ഡിസ്പ്ലേ ആണ്. ഹീലിയോ G85 തന്നെയാണ് വരുന്നത്. സെയിം സാംസങ്ങിൽ കണ്ടപോലെ തന്നെ 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. എൻട്രി സ്മാർട്ട് ഫോൺ നോക്കുന്ന ആളുകൾക്ക് ഈ ഒരു 2 മൊബൈൽ ഫോൺ പരിഗണിക്കാൻ പറ്റിയ മൊബൈൽ ഫോണാണ്. ഇനി 10,000 രൂപയ്ക്ക് താഴെ വേണ്ട, ഒരു 10,000 രൂപ അല്ലെങ്കിൽ 11,000 രൂപ തോതിൽ വേണം എന്നുണ്ടെങ്കിൽ മോട്ടോറോളയുടെ G45 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എടുക്കാൻ പറ്റുന്നതാണ്. 14,999 ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഓഫർ ടൈമിൽ നിങ്ങൾക്ക് 10,999 കിട്ടുന്നുണ്ട്. 20 ഹെർട്സിന്റെ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗന്റെ 6 Gen 3 പ്രോസസർ ആണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ, 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 18 വാട്ടിന്റെ ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വീഗൽ ലെതർ ഫിനിഷ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കോറിംഗ് ഗറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ നമുക്ക് മോട്ടോറോള നൽകുന്നുണ്ട്. 10,000 രൂപയ്ക്ക് ഒരു മൊബൈൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ മൊബൈൽ ഫോണാണ് മോട്ടോറോളയുടെ G45. റിയൽമിയുടെ സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ റിയൽമി ടോൾ X5G നിങ്ങൾക്ക് ഓഫറിൽ കിട്ടുന്നുണ്ട്. 11,999 ആണ് ഓഫർ വരുന്നത്. 120 ഹെർട്സിന്റെ LCD ഡിസ്പ്ലേ, ഡിമെൻസിറ്റിയുടെ 6100+ എന്ന് പറയുന്ന പ്രൊസസർ ആണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ്. ഈ ഒരു സ്പെസിഫിക്കേഷൻ ഒക്കെ ഒത്തുണങ്ങിക്കൊണ്ടാണ് റിയൽമി ടോൾ X5G വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് 11,999 വാങ്ങാൻ പറ്റുന്നുണ്ട്. 15,000 രൂപയ്ക്ക് താഴെ ഒരു ക്ലിയർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നത്തിങ്ങിന്റെ ഭാഗത്ത് നിന്നും നത്തിങ് CMS ഫോൺ 1 5G നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. 12,999 നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട്. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിമെൻസിറ്റി 7300 എന്ന് പറയുന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ്, 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിൽ മാത്രം കണ്ടുവരുന്ന ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ബാക്ക് പാനൽ മാറ്റി പുതിയത് പല കളറിലുള്ള ബാക്ക് പാനൽ ആഡ് ചെയ്യാം. ആക്സറീസിന് എക്സ്ട്രാ ക്യാഷ് നിങ്ങൾ നൽകേണ്ടതുണ്ട്. 12,999 നല്ലൊരു ഡീൽ തന്നെയാണ് നത്തിങ്ങിന്റെ CMS ഫോൺ 1 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ. 13,999 മോട്ടോറോളയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു മൊബൈൽ ഫോൺ വരുന്നുണ്ട്. മോട്ടോറോള G64 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉള്ള ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിമെൻസിറ്റി 7025 എന്ന് പറയുന്ന പ്രൊസസർ ആണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ, 6000 mAh ബാറ്ററി കപ്പാസിറ്റി, 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് വരുന്നത് 12.256 ആണ്. ക്യാമറയിൽ നമുക്ക് OIS സപ്പോർട്ടോട് കൂടി തന്നെ 4K ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 13,999 മോട്ടോറോളയുടെ G64 5G എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ഒരു നല്ല ഡീൽ തന്നെയാണ്. 15,000 രൂപയ്ക്ക് നല്ലൊരു ഗെയിമിംഗ് ഫോൺ നോക്കുന്ന ആളുകളാണെങ്കിൽ പോക്കോയുടെ X6 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ നോക്കാൻ പറ്റുന്നുണ്ട്. 14,999 രൂപയാണ് വരുന്നത്. നോ കോസ്റ്റ് EMI ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോ കോസ്റ്റ് EMI ആയിട്ട് 2,667 രൂപ മുടക്കി കഴിഞ്ഞാൽ മാസം അടയ്ക്കാനുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോൺ സ്വന്തമാക്കാൻ പറ്റും. 120 ഹെർട്സിന്റെ റിഫ്രഷ് ഉള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. സ്നാപ്ഡ്രാഗന്റെ 7S Gen 2 എന്ന് പറയുന്ന പ്രോസസർ ആണ് വരുന്നത്. 64 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 5100 mAh ബാറ്ററി കപ്പാസിറ്റി, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്.
ഡോൾബി വിഷൻ സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്. ഒരു ഓൾ റൗണ്ടർ ഗെയിമിംഗ് ഒക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ പോക്കോയുടെ X6 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ പരിഗണിക്കാൻ പറ്റും. 18,999 നത്തിങ്ങിന്റെ നത്തിങ് 2A 5G വരുന്നുണ്ട്. ഇറങ്ങിയ സമയത്ത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി, പക്ഷേ എങ്കിൽ ഈ ഒരു ഡീൽ പ്രൈസിൽ 19,000 രൂപയ്ക്ക് നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലീൻ UI, ഒരു സോഫ്റ്റ്വെയർ അനുഭവം വേണമെന്നുണ്ടെങ്കിൽ നത്തിങ് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയതാണ്. 120 Hz AMOLED ഡിസ്പ്ലേ ഉണ്ട്. ഡിമെൻസിറ്റിയുടെ 7200 Pro എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ, 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 45 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. വില എന്ന് പറയുന്നത് ഓഫർ ടൈമിൽ 18,999 ആണ്. വിവോയുടെ ഭാഗത്ത് നിന്നും ഓഫർ വരുന്നുണ്ട്. വിവോയുടെ T3 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ നിങ്ങൾക്ക് 21,999 വരുന്നുണ്ട്. നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ്. 2,667 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം അടയ്ക്കാനുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോൺ സ്വന്തമാക്കാൻ പറ്റും. 120 Hz AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിലും വരുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ 7 Gen 3 എന്ന് പറയുന്ന പ്രൊസസർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ വരുന്നുണ്ട്. 5500 mAh ബാറ്ററി കപ്പാസിറ്റി, 80 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയുള്ള മൊബൈൽ ഫോൺ എന്നാണ് വിവോ ഈ ഒരു മൊബൈൽ ഫോണിനെ വിശേഷിപ്പിക്കുന്നത്. 21,999 ഈ ഒരു മൊബൈൽ ഫോൺ ഓഫർ ടൈമിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഫ്ലിപ്കാർട്ടിലെ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട 2 മൊബൈൽ ഫോണിൽ നല്ലൊരു ഡീൽ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് മോട്ടോറോളയുടെ ഭാഗത്ത് നിന്നും ഒന്ന് സാംസങ്ങിന്റെ ഭാഗത്ത് നിന്നുമാണ്. മോട്ടോറോളയുടെ ഭാഗത്ത് നിന്നും വരുന്നത് മോട്ടോ എഡ്ജ് 50 Pro 5G എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ്. 29,999 ആണ് ഇതിന്റെ പ്രൈസ്. പക്ഷേ ഈ ഒരു ഓഫർ ടൈമിൽ 27,999 നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്. ഓൾ റൗണ്ടർ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ നോക്കുന്ന ആളുകളാണെങ്കിൽ, ക്യാമറ വേണം, പെർഫോമൻസ് വേണം, ബാറ്ററി വേണം, ഡിസ്പ്ലേ വേണം, ഇതൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ മൊബൈൽ ഫോൺ ആണ് മോട്ടോ എഡ്ജ് 50 Pro 5G എന്ന് പറയുന്നത്. നോ കോസ്റ്റ് EMI ഇതിൽ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് 27,999 വാങ്ങാൻ പറ്റും. 6.7 ഇഞ്ചിന്റെ 144 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ 7 Gen 3 എന്ന് പറയുന്ന പ്രൊസസർ വരുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 4500 mAh ബാറ്ററി കപ്പാസിറ്റി, 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് ആണ്. 125 വാട്ട് ആണ് മോട്ടോറോള തരുന്നത്. അതേപോലെ തന്നെ വയർലെസ് ചാർജിംഗ് സെറ്റപ്പും നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മോട്ടോറോള നമുക്ക് വയർലെസ് ചാർജിംഗ് കൂടി ഈ ഒരു മൊബൈൽ ഫോണിൽ തരുന്നുണ്ട്. 3x ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഫാൻഡം ഓറിയന്റഡ് ക്യാമറയാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. 27,999 ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. സാംസങ്ങിന്റെ S23യുടെ ഫാൻ എഡിഷൻ സാംസങ് F23 FE വന്നിട്ടുണ്ട്. 27,999 ആണ്. നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ്. 4,667 രൂപ മന്ത്ലി അടയ്ക്കാനുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. FE സീരീസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോണാണ് സാംസങ്ങിന്റെ S23 FE എന്ന് പറയുന്നത്. ടെക്കിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.4 ഇഞ്ചിന്റെ 120 Hz AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. Exynos 2200 എന്ന് പറയുന്ന പ്രൊസസർ ആണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 4500 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. ഗാലക്സി AI വരുന്നുണ്ട്. റേ ട്രേസിംഗ്, 3x ഒപ്റ്റിക്കൽ സൂം, 8K റെക്കോർഡിംഗ്, ഇതെല്ലാം ഒത്തിണങ്ങിക്കൊണ്ടാണ് സാംസങ്ങിന്റെ S23 FE 27,999 കിട്ടുന്നത്. FE സീരീസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും എടുക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോണാണ് S23 FE 5G. നിങ്ങൾ നോക്കുന്ന ഒരു കോമ്പാക്ട് സൈസിലുള്ള ഒരു മൊബൈൽ ഫോൺ ആണ്. പക്ഷേ അതിൽ നിന്ന് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ S23 നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. 36,999 ആണ് ഈ ഒരു ഓഫർ പ്രൈസിലെ ബിഗ് ബില്യൺ ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ്. 6,166 രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ, മന്ത്ലി അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ ഫോൺ സ്വന്തമാക്കാൻ പറ്റും. സ്പെക്ക് നോക്കി കഴിയുകയാണെങ്കിൽ 120 Hz AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 2 എന്ന് പറയുന്ന പ്രൊസസർ, പവർഫുൾ ആയിട്ടുള്ള പ്രൊസസർ ആണ് വരുന്നത്. 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ, 3900 mAh ബാറ്ററി കപ്പാസിറ്റി, 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് ഇതിൽ വരുന്നുള്ളൂ. വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഗാലക്സി AI ഫീച്ചേഴ്സ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. സാംസങ്ങിന്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള മൊബൈൽ ഫോൺ നോക്കുന്ന ആളുകളാണെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് 36,999 സാംസങ്ങിന്റെ S23 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ. പോക്കോയുടെ ഭാഗത്ത് നിന്നും പോക്കോ F6 5G വരുന്നുണ്ട്. 22,999 ആണ്. 120 Hz AMOLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 3 എന്ന് പറയുന്ന പ്രൊസസർ വരുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ്, ഡോൾബി വിഷൻ സപ്പോർട്ട് ആണ്. ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുന്ന ആളുകളാണെങ്കിൽ 22,999 പോക്കോ F6 5G എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ വിവോയുടെ T3 Ultra 5G നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ ആണ്. വിവോ T3 Ultra എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത ആളുകൾ പ്ലേലിസ്റ്റ് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഏതൊരു വശത്തു നിന്ന് നോക്കി കഴിഞ്ഞാലും ഓൾ റൗണ്ടർ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആണ് വിവോയുടെ T3 Ultra 5G എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ. 28,999 കിട്ടുന്നത്. നോ കോസ്റ്റ് EMI 4,833 രൂപയ്ക്ക് വരുന്നുണ്ട്. 120 Hz AMOLED ഡിസ്പ്ലേ, ഡിമെൻസിറ്റി 9200 പ്ലസ് എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് വരുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 5500 mAh ബാറ്ററി കപ്പാസിറ്റി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ്, 6.67 ഇഞ്ചിന്റെ 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. IP68
സപ്പോർട്ട് വരുന്നുണ്ട്. പവർഫുൾ പെർഫോമൻസ് ആണ് നോക്കുന്നതെങ്കിൽ 28,999 വിവോയുടെ T3 അൾട്ര നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ മൊബൈൽ ഫോൺ ആണ്. പോക്കോയുടെ X6 Pro നിങ്ങൾക്ക് 19,999 കിട്ടുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. Dimensity 8300 അൾട്ര എന്ന് പറയുന്ന പ്രൊസറാണ് വരുന്നത്. 64 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട്. 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡോൾബി വിഷൻ സപ്പോർട്ട് ആണ്. മോസ്റ്റ് പവർഫുൾ ആയിട്ട് ഒരു മൊബൈൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ പോക്കോ X6 Pro നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. മോട്ടറോളയുടെ ഭാഗത്ത് നിന്ന് G85 മറ്റൊരു മൊബൈൽ ഫോൺ ആയിട്ട് വരുന്നുണ്ട്. 120 Hz POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ 6 Gen 3 എന്ന് പറയുന്ന പ്രൊസസർ വരുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ, 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ്. വീഗൻ ലെതർ ഫിനിഷിലാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസൈൻ വരുന്നത്. ക്യാമറ സോണിയുടെ ക്യാമറയാണ്, സെൻസർ നൽകിയിരിക്കുന്നത്. OS സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 15,999 മോട്ടറോളയുടെ G85 5G സ്വന്തമാക്കാൻ പറ്റുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സിലെ ഈ ഒരു സെയിൽ സീസണിലെ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇഷ്ടപ്പെട്ട 20 മൊബൈൽ ഫോണുകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ മൊബൈൽ ഫോണുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓഫർ ടൈമിൽ ഉറപ്പായിട്ടും സ്വന്തമാക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിം ഈസ് സൈനിങ് ഓഫ്. താങ്ക് യു.